വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടി ചാർട്ടർ സ്കൂളിൻ്റെയും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെയും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇതുകൂടാതെ സെൻറ് മേരീസ് സ്കൂളും റാണിമാത സ്കൂളും എല്ലാം തന്നെ ഈ ഒരു വില്ല പ്രൊജക്റ്റിനടുത്തായിട്ടാണ് വരുന്നത്. 4 സെൻറ്റ് 400 ലിങ്സ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസോടും കൂടി വരുന്ന ഈ ഒരു വില്ല മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടിയാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. ഈ വില്ലയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ എന്നിങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുള്ള ഒരു വില്ല പ്രൊജക്റ്റാണ് ഇത്. ഈ ഒരു വില്ലയിലെ എല്ലാ വില്ലകളും വൈറ്റ് കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ വില്ലയുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും വൈറ്റ് കളറിൽ തന്നെയാണ് വരുന്നത്. കൂടാതെ സ്പോട്ട് ലൈറ്റുകളും ക്ലാഡിംഗ് ടൈലുമാണ് ഈ ഒരു വില്ലയുടെ എലിവേഷന് ഭംഗി നൽകാനായി നൽകിയിരിക്കുന്നത്. കൂടാതെ കോമ്പിനേഷൻ എലിവേഷനാണ് വന്നിരിക്കുന്നത്. 4.4 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഈ വില്ലയുടെ 2 ഭാഗത്തും റോഡുകളാണ് വരുന്നത്. അത്യാവശ്യം പ്രൈവസി വരുന്ന ഒരു കോർണറിലായിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. വില്ലയുടെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന അതേ കളർ കോമ്പിനേഷനിൽ തന്നെ ക്ലാഡിംഗ് ടൈലും 4-വേ ലൈറ്റും ഉൾപ്പെടുത്തിയാണ് കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ പില്ലറിൽ ഷോ ലൈറ്റും നൽകിയിട്ടുണ്ട്. 4.4 മീറ്റർ തന്നെയാണ് ഇവിടെ ഗേറ്റിൻ്റെയും ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വുഡൻ ഫിനിഷിലാണ് ഈ ഒരു ഗേറ്റ് വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 17 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഒരു കോർണറിലായി വന്നിരിക്കുന്ന പില്ലറിൽ ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെയിം ക്ലാഡിംഗ് ടൈൽ കൊടുത്ത പില്ലർ തന്നെയാണ് സിറ്റ് ഔട്ടിലും വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 പവർ പോയിന്റുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലാണ് ഉള്ളത്. 11 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും കടപ്പാ കല്ലുകൾ തന്നെയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് 4-വേ ലൈറ്റും കൊടുത്ത് ഒരു ചെറിയ പ്ലാന്റ് ബോക്സിനുള്ള സ്പേസ് കൂടി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ കിണർ കൂടാതെ KW വാട്ടർ കണക്ഷൻ്റെ സൗകര്യവും ഉണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെയും വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 6.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ സൈഡിലായിട്ടൊരു ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 5.5 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷൂറാക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 വലിയ ഹാൻഡിലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായുള്ള ഡിസൈനാണ് ഈ ഒരു മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ലിവിങ് സ്പേസിന് 13.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ള ഒരു L ഷേപ്പ് കോർണർ സോഫ സെറ്റും ഒരു കോഫി ടേബിൾ വന്നാലും സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഒരു ലിവിങ് വരുന്നത്. ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് പാനലിംഗ് ഒക്കെ ചെയ്ത് താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും സൈഡിൽ അത്യാവശ്യം ഡെക്കർ സ്പേസിനുള്ളിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കും ഈ ഒരു പാനലിംഗ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വുഡൻ ബീഡിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്.
സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുന്ന ഭാഗത്തും വുഡൻ ടെക്സ്ചറിൽ തന്നെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. അതിലും ഡെക്കർ സ്പേസ് നൽകി ഡെക്കർ സ്പേസിലെല്ലാം സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 13 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 to 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും ഭംഗിയുള്ളൊരു ഷാൻഡിയറും നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് വുഡൻ വീഡിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് വരുന്നത്. ബാക്ക് സൈഡ് ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂം വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ള ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് ഇൻഡോർ പ്ലാന്റും ഫോട്ടോ ഫ്രെയിമൊക്കെ ഈ വോളിൽ വെച്ച് ഭംഗിയാക്കി തീർക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാളിൻ്റെ വയേഴ്സും GMൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒഴികെ ബാക്കി എല്ലായിടത്തും ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസിനോട് ചേർന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് മാറി ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ടും പാനലിംഗ് വരുന്നുണ്ട്. ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാനലിംഗ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 11.5 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. 2 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ അത്യാവശ്യം ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. കൂടാതെ ധാരാളം പവർ പോയിന്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു ഫ്രിഡ്ജ് തന്നെ വെക്കാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സിൽവർ സ്ട്രിപ്പൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡോർ വന്നിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വാൾഡ്രോബിൻ്റെ ടോപ്പ് ഭാഗത്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ലാപ്ടോപ്പ് ടേബിളും ഡ്രസ്സിംഗ് യൂണിറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റും സെറയുടെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂം വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് തന്നെയാണ് ഡോർ വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോയുടെ ഇരുവശത്തുമായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. വാൾഡ്രോബിൽ മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വിൻഡോയോട് ചേർന്ന് തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്താണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന് വോളിലായിട്ട് മുകൾ ഭാഗത്ത് പർഗോളകളൊക്കെ നൽകി വുഡൻ ബീഡിങ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ആദ്യമായി കാണുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. പിന്നീട് ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്ന ഒരു പാസേജിലേക്കാണ്. 7.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്.
ഈ ഒരു ഭാഗത്ത് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഭംഗിയുള്ളൊരു ഷാൻഡിലിയറും നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 14 അടി നീളവും 10 അടി വീതിയുമുള്ള ഈ ഒരു അപ്പർ ലിവിംഗ് സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് TV യൂണിറ്റ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്താണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. അപ്പർ ലിവിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള ഒരു പാനലിംഗ് കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 12 അടിയോളം തന്നെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാൾഡ്രോബുകൾ നൽകിയിരിക്കുന്നത്. വെളുപ്പമുള്ള വാൾഡ്രോബാണ് വരുന്നത്. കൂടാതെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിൻഡോയോട് ചേർന്ന ഭാഗത്ത് വാൾപേപ്പറൊക്കെ കൊടുത്ത് വുഡൻ ബീഡിങ്ങും വരുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റ് ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റ്, ഡൈവേർട്ടറും എല്ലാം തന്നെ സെറയുടെയാണ് വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷനും എല്ലാം നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂമിന് LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 12 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലിപ്പമുള്ള ഒരു വാൾഡ്രോബ് തന്നെയാണ് വരുന്നത്. വാൾഡ്രോബിൻ്റെ ടോപ്പ് ഭാഗത്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റും സെറയുടെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂം വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷനും നൽകിയിട്ടുണ്ട്. LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 12 അടിയിലേറെ നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു സ്പേസ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. ഈ ഒരു ചെറിയ പോർഷനാണ് ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ബാക്കി ഓപ്പൺ ബാൽക്കണി ആയിട്ടാണ് വരുന്നത്. 15 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്കുള്ളത്. ഇവിടെയായിട്ട് വരുന്ന പില്ലറിന് ക്ലാഡിംഗ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ബാൽക്കണിയുടെ ഭാഗത്തെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ, കലൂരേക്ക് 19 കിലോമീറ്റർ, ആലുവയിലേക്ക് 11 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 4 സെന്റ് 400 ലിസ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസോടും കൂടിയ ഈ ഒരു വീടിന് ചോദിക്കുന്നത് 76 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.